ട്രാൻസ്മെൻ ഐഡന്റിഫൈ ചെയ്യും വളരെ 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 ബുദ്ധിമുട്ടാണ്. ഒരു ട്രാൻസ്മാൻ ഒരു നാച്ചുറലി ഒരു പുരുഷനുണ്ടാവുന്ന പോലെ ഒരു ഇറക്ഷൻ സംഭവിക്കും ആഫ്റ്റർ സർജറി? ഇല്ല, ഇറക്ഷൻ ഉണ്ടാവില്ല, സെൻസേഷൻ ഉണ്ടാവും. ട്രാൻസ്മെനിന്റെ ബോട്ടം സർജറിയിലാണ് മാക്സിമം കോംപ്ലിക്കേഷൻ ഉള്ളത്. ഓൾമോസ്റ്റ് 70% കോംപ്ലിക്കേഷൻ റേറ്റ് വരാൻ സാധ്യതയുണ്ട്. അവരും നമ്മളെ മാതിരി തന്നെ ഹ്യൂമൻ ബീങ്സ് അല്ലേ, അപ്പൊ പിന്നെ എന്താ അവർക്കും നമ്മളെ മാതിരി തന്നെ ജീവിക്കാൻ പറ്റുന്നത്? എല്ലാവരും സെയിം ആണ്. ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാ ആൾക്കാരും ഒരു ലെവലിൽ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ട്രാൻസ് ആൾക്കാർ ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ട്രാൻസ് കാർഡ് വേണം, അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഒന്നും ചെയ്തിട്ടില്ല വെച്ചാൽ യു വിൽ ഗെറ്റ് യുവർ ട്രാൻസ് കാർഡ്. അവരുടെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട് ടെല്ലിങ് ദറ്റ് പ്രോബബ്ലി ഇത് എടുത്തു വെച്ച് ഇത് ഹെൽത്ത് വൈസ് അൺസേഫ് ആണെന്നുള്ളൊരിത്. കുറച്ചൊരു സത്യമുണ്ട്, ഇല്ലാന്നല്ല. ചില ഇഷ്യൂസ് ഇങ്ങനെ വരാം നമുക്ക്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഈ ട്രാൻസ്ജെൻഡേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മുംബൈയിൽ നിന്നൊരു ഹ്യൂമൻ ലൈഫ് ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിനൊക്കെ ചില ഒരു റിച്വലായിട്ട്, അതായത് കുറേ ട്രാൻസ് വുമൺ ഒരു വട്ടം കൂടി നിൽക്കുന്നു, അടുത്ത ട്രാൻസ് വുമൺ ആവാൻ നിൽക്കുന്ന ആരാണ്, അവര് ആക്ച്വലി ഒരു നൈഫ് കൊണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ കുറെ പച്ചമരുന്ന് വെക്കുന്നു. ആ റിച്വൽസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നു സാർ? ഉണ്ടായിരുന്നു. അങ്ങനത്തെ കേസസ് ഒക്കെ വായിച്ചും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ അടുത്ത കാലം വരെ അതൊക്കെ നടന്നുകൊണ്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അത്രയും ഡിസ്ഫോറിയ ഉണ്ട്, അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അല്ലാണ്ട് കത്തി വെച്ച് മുറിക്കുന്നത് ശരീരത്തിനോടുള്ള വെറുപ്പ് കൊണ്ടാണല്ലേ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഒരു കാലം ഉണ്ടായിരുന്നു ട്രാൻസ് ആൾക്കാര് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ഈക്വൽ റെപ്രസെന്റേഷൻ നമ്പറിലല്ല, അത് തുല്യ അവകാശം, എല്ലാം തുല്യതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർ വന്ന സമയത്താണ് ലോ പാസ്സാക്കി, ബഗറി ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്. അത് 1857 1854 അപ്പോഴാണ് അത് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അവരുടെ രാജ്യത്ത് 1540s അങ്ങനെ എന്തോ സമയത്താണ് അവരുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. ബേസിക്കലി പ്രോബ്ലി റിലീജിയസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു ഇത് കൊണ്ടുവന്നത്. ദേ ക്രിമിനലൈസ്ഡ് ട്രാൻസ് പീപ്പിൾ, ക്രിമിനൽസ് ആക്കി. ഓക്കെ, അപ്പോൾ ആ ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന സമയത്ത് അപ്പോഴത്തേക്കും നമ്മളുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളുടെ പുരാണങ്ങളിൽ വരെയുണ്ട്, രാമായണത്തിൽ വരെയുണ്ട്. നമ്മൾ ഹിജ്റ കമ്മ്യൂണിറ്റി, ഹിജ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഈ പല യുദ്ധ രംഗങ്ങളിൽ പോലും അവരുടെ പ്രസൻസ് ഉണ്ടല്ലോ. അതൊക്കെ രാമായണത്തിലാണ്. അവര് ഇപ്പൊ നോർത്ത് ഇന്ത്യയില് ഇപ്പൊ ഹിജ്റാസ് എല്ലാ നല്ല കാര്യത്തിനും സൽക്കർമ്മത്തിനൊക്കെ അവരവിടെ ഉണ്ടായിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ശ്രീരാമൻ അവർക്ക് അനുഗ്രഹം കൊടുത്താണ് ആൾക്കാരെ പോയി അനുഗ്രഹിക്കാനുള്ള. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. ഇതുവരെ അവർക്കൊരു നോർമൽ എന്താ പറയുക ലൈഫായിരുന്നുണ്ട്, ഈക്വൽ ടേംസിൽ, ലൈഫ് അറ്റ് ഈക്വൽ ടേംസ് ആയിരുന്നുണ്ടായിരുന്നു. ബട്ട് ഈ റൂൾസ് വന്നപ്പോഴേക്കും അവരുടെ ആ സാധനങ്ങൾ മാറിയ, ക്രിമിനലൈസ്ഡ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നെ ക്രിമിനൽ പിന്നെ ഒരു ട്രാൻസ് പേഴ്സണെ കണ്ടു വെച്ചാൽ ആൾക്കാർ ഓടാൻ തുടങ്ങി, പേടിയാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവർ കൊണ്ടുപോയി പിള്ളേരെ പോയിട്ട് അങ്ങനെ കുറേ കഥകളൊക്കെ ഇറക്കാൻ തുടങ്ങി. ബിക്കോസ് അവർ ക്രിമിനൽസ് ആണ്, അവർ കൊണ്ടുപോയി നിന്നെയും ഒരു ട്രാൻസ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയ സമയത്ത്, ഞാനൊക്കെ ബോംബെയിൽ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പേടിയായിരുന്നു. ട്രാൻസ് ആൾക്കാർ വീട്ടിലോട്ട് വരുന്ന സൈഡിലോട്ട് വരുമ്പോൾ ഞങ്ങളെല്ലാം ഓടുമായിരുന്നു. കാര്യം വെച്ചാൽ അതായിരുന്നു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മളത് റിയലൈസ് അങ്ങനത്തെ അതിനകത്ത് എന്താണ് ആക്ച്വലി ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയത്. ആൻഡ് 2014 ഫസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് കൊണ്ടുവന്നിട്ട് പിന്നെയും അതിന്റെ എഗൻസ്റ്റ് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2017 2018 അവർക്ക് തുല്യ അവകാശം. ഇൻഫാക്ട് സുപ്രീം കോർട്ട് ഹാസ് അഡ്വൈസ്ഡ് ദാറ്റ് ദേ ഷുഡ് ബി ഗിവൺ മോർ പ്രിഫറൻസ് ബിക്കോസ് അവർക്ക് കുറേ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി അല്ലേ. അപ്പൊ അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേരള ഗവൺമെന്റ് ഒക്കെ ഭയങ്കര സപ്പോർട്ട്. ഇന്ററപ്റ്റ് ചെയ്യല്ല, ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുക. ആക്ച്വലി ബ്രിട്ടീഷ് ഉണ്ടാക്കിയ ഒരു മുറിപ്പാടാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അല്ലേ? ബ്രിട്ടനില് എത്ര 1970s 76 ഏതോ സമയത്ത് ആ ലോനെ എടുത്ത് മാറ്റി. ആ ലോ പക്ഷെ ഇന്ത്യയില് 2014 ഉണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ.
യെസ് യെസ്. ഈ ഇപ്പോൾ ഇപ്പോഴും പലപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോയുടെ ഭാഗമാക്കുകയോ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമാക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഇവരെ വീട്ടിൽ കയറ്റാൻ ഞങ്ങൾ വീട്ടിൽ കയറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പം കൂട്ടില്ല, ഇവരുടെ കൂടെ നടന്നാൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അങ്ങനെ അതായത് നോർമലായിട്ടുള്ള ഒരാൾ, നോർമൽ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, അങ്ങനെയല്ല, നാച്ചുറലി അതിനാണ് നമ്മൾ ടേം സിസ് എന്ന് പറയുന്നത്. അതെ അതെ, സിസ് ആയിട്ടുള്ള ഒരാൾ ട്രാൻസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ കൂട്ടുകൂടിയാൽ, ഒരുമിച്ചാൽ ഇയാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സിസ് ആയ ആൾ ട്രാൻസ് ആയി മാറുന്നൊക്കെ പറയുന്ന തിയറികളായിട്ട് ആളുകൾ വരാറുണ്ട്. ശരി തോന്നാറുണ്ടോ അത് കേൾക്കുമ്പോൾ? അതൊക്കെ ഭയങ്കര ബാലിഷ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഇറ്റ് ഇസ് മനസ്സിനകത്തുള്ള, യു ആർ ബോൺ വിത്ത് ഇറ്റ്. അല്ലാണ്ട് ഒരാൾ നടക്കുന്നതുകൊണ്ട് അങ്ങനെ നടക്കുന്നു, അത് ടോട്ടലി നോട്ട് കറക്റ്റ്. ഈ ആളുകൾ പറയുമല്ലോ, അതായത് അങ്ങനെ ആവുന്നവർ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു മെന്റാലിറ്റി ശരിക്കും നമ്മൾ സോഷ്യലി ബാക്ക്വേർഡ് പോകുന്ന മെന്റാലിറ്റി അല്ലേ? ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കാനുണ്ട്. ഇത് ഇസ് നോട്ട് ഗുഡ് ഇനഫ് ടു ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് പറയുന്ന അതല്ല. അതിന്റെ സാഹചര്യം നമ്മൾ നോക്കണം. ഓക്കെ, അവരെന്ത് സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ നമ്മൾ നോക്കണം. ഓക്കെ, അവര് ഏതൊക്കെ കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് നമ്മൾ നോക്കണം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LGBTQ++ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ബട്ട് ആക്ച്വലി പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു ബ്ലാക്കും വൈറ്റിന്റെ ഇടയിലുള്ള ഗ്രേ ഏരിയാസ് ആണുള്ളത്. ഓക്കെ, ബട്ട് വെദർ എവറിത്തിങ് ഇസ് സെയിം, എവറിത്തിങ് ഇസ് നോട്ട് സെയിം. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറെ ഡിഫറൻസിയേഷൻസ് ഉണ്ട്. ബട്ട് ക്വസ്റ്റ്യൻ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഉള്ളൂ. അവരും നമ്മളെ മാതിരി തന്നെ ഹ്യൂമൻ ബീങ്സ് അല്ലേ? അപ്പൊ പിന്നെ എന്താ അവർക്കും നമ്മളെ മാതിരി തന്നെ ജീവിക്കാൻ പറ്റുന്നത്? എല്ലാവരും സെയിം ആണ്. ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാ ആൾക്കാരും ഒരു ലെവലിൽ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവന് പക്ഷേ കാലാകാലമായിട്ട് ഓരോ ആൾക്കാരെ ഓരോ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവർ പറഞ്ഞു വെള്ള കറുപ്പ്, ഒന്ന് പറഞ്ഞു ജാതി, ചില ആൾക്കാർ റിലീജൻ, അങ്ങനെ ഓരോ ആൾക്കാരും ഏതെങ്കിലും ആൾക്കാരുടെ മുകളിൽ കുതിര കയറാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ കാലത്തും ആൾക്കാരുണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ആക്ച്വലി നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലായി എല്ലാവരും ഒരു ഈശ്വരൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഈശ്വരൻ എന്ന് ഞാൻ പറയില്ല, ഈശ്വരനാണ് ഉണ്ടാക്കിയത്, പ്രകൃതിയാണ് ഉണ്ടാക്കിയത്, വാട്ട് എവർ ദാറ്റ് യു ടേക്ക്. ഇനിയിപ്പോ ഞാൻ അതിനകത്ത് കോൺട്രവേഴ്സിയിൽ വരുന്നില്ല. ബട്ട് എവരിബഡി ഷുഡ് ബി ഈക്വൽ. അല്ലാണ്ട് അവര് എൻ്റെ കാഴ്ചപ്പാട് അത് എന്നുവെച്ചാൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് അവരോടുള്ള സ്നേഹം വരാൻ പോവുക, എമ്പതി വരാൻ പോവുക. അവർക്ക് എമ്പത്തിയുടെ ആവശ്യമൊന്നുമില്ല, അവർക്ക് സ്നേഹം ആവശ്യമില്ല. എമ്പത്തി എന്ന് പറഞ്ഞാൽ അവർക്കൊരു, ഓഫ് കോഴ്സ് ദേ ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ബട്ട് നമുക്കൊരിക്കലും സിമ്പതി ഒരിക്കലും അല്ല വേണ്ടത്. നമുക്ക് ആക്ച്വലി അവരുടെ സപ്പോർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലാണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ഇനീഷ്യലി സർജറീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ഡോക്ടേഴ്സിന് ഭയങ്കര വിഷമമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ റിലീജൻ വാസ് എഗെയിൻസ്റ്റ് ദറ്റ്. അപ്പം അവര് സന്ദീപ് അത് ചെയ്തു എന്ന് വെച്ചാൽ വൈഫും പേരൻസിനൊന്നും ഇഷ്ടാവില്ല. പക്ഷെ വൺസ് ദേ സ്റ്റാർട്ടഡ് സീയിങ് ദം, ശരിക്കും കുറച്ചും കൂടി അവരായിട്ട് സംസാരിച്ചു, അടുത്തറിയാൻ തുടങ്ങിയ സമയത്ത് അവർ പറഞ്ഞു ഐ വിൽ കം ആൻഡ് ഡു. അതാ പറഞ്ഞത്, നിങ്ങൾ അറിയണം, അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരെ. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജഡ്ജ്മെന്റ് പറയൂ. അല്ലാണ്ട് കണ്ടൊരാൾ അതാണ് ആളെന്ന് പറഞ്ഞിട്ട് കാണുന്നതും അവർ മനസ്സിലാക്കുന്നതും രണ്ടാണ്. ഒരു പെൺകുട്ടി, ആ കുട്ടി ബോഡി വൈസ് ഒരു പെൺകുട്ടിയാണ്, പക്ഷെ ആ കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു പുരുഷനായിട്ടാണെന്ന് വിചാരിക്കുക. സോ ഷി വാണ്ട്സ് ടു ബിക്കം എ ട്രാൻസ് മാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം? കുറേ പ്രോസസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ട്രാൻസ്മാൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാണല്ലോ, ഐ എം ഷുവർ ദറ്റ് നിങ്ങൾ എവിടെ പോകാൻ വെച്ചാലും നിങ്ങൾ ആക്ച്വലി ട്രാൻസ്മെൻറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ട്രാൻസ്മെൻ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്.
ഓക്കെ ഓക്കെ ഭയങ്കര നോട്ട് ഭയങ്കര കോമൺ അല്ല, അവർ കോമൺ ആണ്. അവരൊന്നും പറയില്ല, മിണ്ടാണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യും. നല്ല സ്വഭാവമുള്ള ആൾക്കാർ. ഐ മീൻ ബേസിക്കലി അവർ Nice people. ആരെയും എക്സ്ട്രീംലി നൈസ് പീപ്പിൾ, എക്സ്ട്രീം ജെന്റിൽമാൻ, എക്സ്ട്രീം നൈസ് പീപ്പിൾ. അവരാരെയും ശല്യപ്പെടുത്തൂല, അവരൊന്നും. പക്ഷെ അവർ ദേ ആർ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. അവർ അതിനകത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആരും പോയിട്ട് ലേബിൾ വെച്ച് നടക്കാനും പോകുന്നില്ല. അവരവരുടെ ഇതാണ്, അവരവരുടെ കാഴ്ചപ്പാട്, അവരുടെ ജീവിതം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ദേ ആർ ജസ്റ്റ് ലൈക്ക് എനി അതർ പേഴ്സൺ. അതാണ്. പിന്നെ അവർ ചേഞ്ചസ് കുറേ അവർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, അവർ ഏറ്റവും ടോപ്പ് സർജറി ബ്രസ്റ്റ് മാറ്റും, ബോട്ടം സർജറി ലിംഗം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് എടുക്കും. ഹോർമോൺസ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ മീശയും താടിയും എല്ലാം വരുന്നത്. ടെസ്റ്റോസ്റ്ററോൺ എടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ടെസ്റ്റോസ്റ്ററോൺ എടുക്കും. പിന്നെ നമ്മൾ ഓവറിയൊക്കെ എടുത്ത് മാറ്റുമ്പോഴേക്കും അതിൻ്റെ ആക്ഷൻ, എക്സ്ട്രജൻ്റെ ആക്ഷനൊക്കെ പോകുമ്പോഴേക്കും അതാ ഞാൻ പല ആൾക്കാരും വരുന്ന സമയത്ത് ഞാൻ പറയും, ബ്രദർ ഇന്ന് നിങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾ അതായത് സ്റ്റാർട്ടിങ് ഇത് നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ OP വരുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഷർട്ടിന് 2 ബട്ടൺ ഇല്ലാണ്ടായിരിക്കും വരും. കാര്യം വെച്ചാൽ ചെസ്റ്റിലൊക്കെ ഹെയർ വരും. പിന്നെ ഹി വോണ്ട്സ് ടു ഫ്ലോൺ ടു ദ വേൾഡ്. എൻ്റെ ഈ ആ ഹെയറും ആ ഹെയറിനെസ്സും ഇത് ചെയ്യാൻ വേണ്ടി 2 ബട്ടൺ ഇതായിട്ട് ആയിരിക്കും വരുന്നത്. അവർ ആ ടോപ്പ് സർജറി കഴിയുമ്പോഴേക്കും അവർ ഓൾറെഡി കുറേ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇടാൻ വേണ്ടിയിട്ട്. അവർക്ക് അത്രയും ആഗ്രഹമാണ്. പുരുഷനാവാൻ കുതിക്കുന്നൊരു മനുഷ്യൻ. പിന്നല്ലാണ്ട് അതിനു വേണ്ടിയിട്ടാണ് ലിറ്ററലി അവരുടെ ആ ജീവിതം അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. ഒരുപാട് ജോലി ചെയ്ത് പൈസയൊക്കെ സേവ് ചെയ്ത് വന്നിട്ട് ഇഷ്ടംമാതിരി അങ്ങനെ അങ്ങനെ വരുന്ന ആളുകളുണ്ടല്ലേ? വരാറുണ്ട്. ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് എ പേഴ്സൺ ഹൂ വാസ് സപ്പോർട്ടഡ് ബൈ ഫാമിലി ബോട്ട്. ബട്ട് അതിനുശേഷം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ കുറേ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇതായിരുന്നു. എന്ന് വെച്ചാൽ ഫാമിലിയിൽ നിന്ന് പുറത്താക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഫാമിലി സപ്പോർട്ടഡ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഒത്തിരി പേര് വീണ്ടും വരുന്നുണ്ട്. അതാണ് ശരിക്കും നമുക്ക് സന്തോഷം തരുന്നത്. ഇന്ന് ഇൻഫാക്റ്റ് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണ്. അവരുടെ കമ്മ്യൂണിറ്റി ഫാമിലി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര അങ്ങനെയൊന്നും ചെയ്യാൻ അവരൊന്നും സമ്മതിക്കില്ല. അവിടെ അങ്ങനെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അവർ അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫെർദർ ഇതിന് വേണ്ടിയിട്ട് വരണം. ഒരു സ്ത്രീ ശരീരത്തിന് പുരുഷനാവണമെങ്കിൽ ഈ ബോട്ടം സർജറിയിൽ എന്തൊക്കെ കോംപ്ലിക്കേഷനാണ് ഉള്ളത്? എന്തൊക്കെയാണ് അതിന് പ്രൊസീജിയർ? ട്രാൻസ്മെനിൻ്റെ ബോട്ടം സർജറിയിലാണ് മാക്സിമം കോംപ്ലിക്കേഷൻ ഉള്ളത്. ഓൾമോസ്റ്റ് 70% കോംപ്ലിക്കേഷൻ റേറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് പ്രധാനമായിട്ട് നമ്മൾ ലിംഗം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ട്യൂബിൽ ഒന്നുങ്ങ് ലീക്ക് വരാം, അല്ലെങ്കിൽ അതിനകത്ത് ചുരുങ്ങിപ്പോവാം. ഈ 2 സാധനങ്ങളാണ് എപ്പോഴും വരാൻ സാധ്യതയുള്ളത്. ബട്ട് പിന്നെ മുറിവ് ഉണങ്ങാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരാം. പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അവിടെ താഴത്തോട്ട് വയ്ക്കുന്നത്, അപ്പോൾ കയ്യിൽ എന്തെങ്കിലും അവിടെ തൊലി ഉണങ്ങാൻ എന്തെങ്കിലും പ്രോബ്ലംസ് വരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂഷ്വലി വരാൻ സാധ്യതയുണ്ട്. അറൗണ്ട് 70% എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഇതെല്ലാം മറികടക്കാനും പറ്റും. ഇപ്പോൾ ഒരു ട്രാൻസ്മാൻ ഒരു നാച്ചുറലി ഒരു പുരുഷനുണ്ടാവുന്ന പോലെ ഒരു ഇറക്ഷൻ സംഭവിക്കും ആഫ്റ്റർ സർജറി? ഇല്ല. ഓ ഇറക്ഷൻ ഉണ്ടാവില്ല, സെൻസേഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇറോജനസ് സെൻസേഷൻ ഉണ്ടാവും. അവർക്ക് ആ സെക്ഷൽ സെൻസേഷൻസ് എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ ഇറക്ഷൻ ഉണ്ടാവില്ല. ഇറക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡീഷണൽ നമ്മൾ ഇത് വെച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇംപ്ലാന്റ്സ് വെച്ചു കൊടുക്കണം. ആ റോഡൊക്കെ പഴയ സാധനങ്ങളാണ്. ഇംപ്ലാന്റ്സ് വെച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ക്രോട്ടത്തിൽ ചെറിയൊരു റിസർവോയർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയും ഇത് ചെയ്യുന്നത് ഇറക്ഷൻ വേണമെന്ന് വെച്ചാൽ അത് പ്രസ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ഇറക്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ കുറേ അത് സിസ് ആൾക്കാർക്കും വെക്കാറുണ്ട്. ഫോർ സം റീസൺ ആൾക്കാർക്ക് നെർവിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഇറക്ഷൻ കറക്റ്റായി വരുന്നില്ല വെച്ചാൽ അവർക്കും ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് അത് ട്രാൻസ് ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സാധനമൊന്നുമല്ല. ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, അത് ഈ സർജറിയുടെയും ഭാഗമാവുന്നു മാത്രം. ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഈ സർജറിക്ക് ശേഷം നടക്കുന്ന ഒരു ലൈംഗിക ബന്ധം ഉണ്ടാവുന്നതായിരിക്കാം, അതിന് എന്തെങ്കിലും രീതിയിൽ മെഡിക്കൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്? ചിലപ്പോൾ നമുക്ക് ഈ ഇംപ്ലാന്റ്സ് ഒക്കെ പുറത്തോട്ടൊക്കെ വരാൻ സാധ്യത വരും ഈ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ഇടയിൽ. കാര്യം എന്ന് വെച്ചാൽ അത് സെൻസേഷൻ ഇല്ലാണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്നത്. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സെൻസറി നെർവ്സും കൂടി നമ്മൾ കണക്ട് ചെയ്യും. സെൻസേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇംപ്ലാന്റ്സ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, വെച്ച് കൊടുക്കുള്ളൂ. അതായത് ശരീരത്തിന് വികാരങ്ങൾ ഫീൽ ചെയ്യുന്ന അവസ്ഥയിൽ. വികാരം എന്നല്ല, തൊട്ടാൽ സ്പർശനം ഫീൽ ചെയ്യുന്ന അവസ്ഥയിൽ. അത് വികാരം വന്നില്ലെങ്കിലും സ്പർശനം വന്നാൽ മതി. സ്പർശനം ഇല്ലാത്ത സമയത്ത്, പെയിൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇതൊക്കെ കൊണ്ട് വെച്ചെന്ന് വെച്ചാൽ അത് പുറത്തോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്.
ഓക്കെ, 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 ഓക്കെ. ഈ 70% കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞില്ലേ, മറ്റെന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനാ അത് സാധ്യതയുണ്ടാവുക? ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഫ്ലാപ്പ് ഉം. പിടിക്കാണ്ട് പോകാൻ സാധ്യതയുണ്ട്, അല്ല അതിനകത്ത് ഫ്ലാപ്പിൽ എന്തെങ്കിലും ഒരു പൊസിഷൻ പാർഷ്യലി ലോസ് വരാൻ സാധ്യതയുണ്ട്, ഉം, ഉം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഹെയർ ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്, ട്യൂബിനകത്ത് ഹെയർ ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഉം, ഉം, ഉം. അപ്പം അതൊക്കെ കാരണം നമ്മൾ എടുക്കുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ചില ആൾക്കാർ ഭയങ്കര ഹെയറി ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് ലേസർ ചെയ്ത് കളഞ്ഞ് 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 എന്നിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഉം. അങ്ങനെ ചിലപ്പോൾ നെർവ്സ് സെൻസേഷൻ വരില്ല, ഉം, 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 ഉം. അപ്പൊ വേറെ കാര്യം ചിലപ്പോ ചിലപ്പോൾ ഷേപ്പ് അത്ര നല്ലതായിരിക്കില്ല, ഓ അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് വരാം. ഇപ്പൊ ഒരു നാച്ചുറലി ഒരു അസസ്മെന്റ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരു സെമൻ ഡിസ്ചാർജ് ഉണ്ടാവുമല്ലോ. ഉം. ഇപ്പൊ ഒരു സർജറിക്ക് ശേഷം ഒരു ട്രാൻസ്മാനും ഇതേ അവസ്ഥ ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല. സെമൻ പ്രൊഡക്ഷനിലോ ടെസ്റ്റസിലല്ലോ. ടെസ്റ്റസ് ഇല്ല. അപ്പൊ അപ്പൊ semen അതിനൊന്നും ചെയ്യാനില്ല. ഓക്കെ, 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 ഓക്കെ. നമ്മൾക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രൊസീജിയേഴ്സിന് മുമ്പ് അവരുടെ ഇപ്പോൾ ട്രാൻസ്മാൻ ആണെങ്കിൽ, ഉം. അതായത് ബേസിക്കലി അപ്പോൾ അവർക്ക് ഓവറി ഉണ്ട്, Ovary അവരുടെ ഉണ്ട്. അണ്ടങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും. ഉം. ചില ആൾക്കാർ ചെയ്യും, മിക്കവാറും ആൾക്കാർ ചെയ്യാറില്ല. ഉം. സിമിലർലി ഒരു ട്രാൻസ് വുമൺ ആണെന്ന് വെച്ചാൽ അവരുടെ സെമൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉം. പറയും. ചില ആൾക്കാർ ചെയ്യും, ചില ആൾക്കാർ ചെയ്യില്ല, മിക്കവാറും ആൾക്കാർ ചെയ്യാറില്ല. ഓക്കെ, ഓക്കെ. ഇപ്പൊ ചില ആളുകൾ ഈ ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തി കഴിഞ്ഞാലും അവര് ഓവറീസ് ഒക്കെ പ്ലേസ് അവിടെ തന്നെ വെക്കും. അങ്ങനെ ചില ആളുകൾ മറ്റേ എന്താ പറയാ ഗർഭിണിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഒരാളുടെ ഓപ്ഷനാണോ? അത് ഓവർ വെക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ യുവർ ബോഡി യുവർ ഡിസിഷൻ ആണല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. അല്ലാണ്ട് നിങ്ങൾ ഇതിനകത്ത് ട്രാൻസ്മാൻ്റെ എനിക്ക് അല്ല ട്രാൻസ് കാർഡ് വേണം അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഉം. ഒന്നും ചെയ്തിട്ടില്ല വെച്ചാൽ യു വിൽ ഗെറ്റ് യുവർ ട്രാൻസ് കാർഡ്. ഈ സർജറി പെർഫോം ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ ഇൻ ദ ഹെഡ്. അതെ. ഇതിനകത്ത് കൗൺസിലിംഗ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ശരീരത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം കൂടി ഉണ്ടാവണമല്ലോ. അതിന് ഇപ്പൊ ഡോക്ടറും ആയിരിക്കുന്ന ആളും തമ്മിൽ ഒരു കോൺവെർസേഷൻ അത് എത്ര കാലം നിലനിൽക്കും? അത് അതിന് വേറെ തന്നെ ഒരു സെക്ഷൻ ആണോ? സോ യൂഷ്വലി ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അവർ സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കാര്യം വെച്ചാൽ അവർ വെൽ റെഡ് ആണ്, ആൻഡ് അവരുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇതൊക്കെ വരുമ്പോൾ അവർക്ക് അറിയാം വാട്ട് ആർ ദേ ആർ ടോക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്നിരുന്നാലും ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഇൻഫോം ദം അബൌട്ട് ദ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. വരച്ചോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അതെന്താ വെച്ചാൽ അത് ഐ എം ഡ്യൂട്ടി ബൗണ്ട് ഫോർ ദാറ്റ്. അപ്പോൾ അത് എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഹോർമോൺ തെറാപ്പിക്ക് ഒരു ജെൻഡർ അഫർമേഷൻ സർജറിയിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്? അതിന്റെ ഒരു ഏരിയ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ട്രാൻസ്മാന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മീശ താടി എല്ലാം വരണം. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇത് വരും. ട്രാൻസ് വിമൺ ഞാനിപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ കുറേ ട്രാൻസ് വിമൺ ഇത് എടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട് ടെല്ലിങ് ദറ്റ് പ്രോബബ്ലി ഇത് എടുത്തു വെച്ചാൽ ഇത് ഹെൽത്ത് വൈസ് അൺസേഫ് ആണെന്നുള്ളൊരിത്. എസ്ട്രജൻസ് വരുന്ന സമയത്ത് കുറച്ചൊരു സത്യമുണ്ട്, ഇല്ല എന്നല്ല. ചില ഇഷ്യൂസ് ഇങ്ങനെ വരാം, നമുക്ക് കുറച്ച് BP അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും എടുക്കുന്നില്ല. ബട്ട് എന്നിരുന്നാൽ പോലും അവർക്ക് കുറേ ആൾക്കാർക്ക് അവരുടെ ടെസ്റ്റസ് പോകുന്ന സമയത്ത് തന്നെ അവർക്ക് കുറേ ഒരു ഇത് വരും. ഇത് ഇഞ്ചക്ഷൻസ് ആയിട്ടാണോ അതോ ടാബ്ലറ്റ്സ് ആയിട്ടാണോ? എങ്ങനെ? ടാബ്ലറ്റ്സ് ആയിരിക്കും. ട്രാൻസ്മെന്റ് ഇഞ്ചക്ഷൻസ്, ട്രാൻസ്ഫോമറിന്റെ ടാബ്ലറ്റ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഈ ടെസ്റ്റോസ്റ്ററോൺ ടാബ്ലറ്റ്സിന് എടുക്കുന്ന സമയത്തെ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻസ് ആണ്. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു അവർക്ക് സ്ത്രീ ശബ്ദമായിരിക്കുമല്ലോ ഉണ്ടാവുക, അത് പുരുഷ ശബ്ദമായിട്ട് മാറുമോ? ശബ്ദത്തിൽ വലിയ വ്യത്യാസം വരില്ല. ഓക്കെ, ശബ്ദം അതുപോലെ നിലനിൽക്കും അല്ലേ? ഇപ്പോൾ പുരുഷന്മാരുടെ അതായത് ഇപ്പോൾ ഒരാൾ ട്രാൻസ് വുമൺ ആവുമ്പോഴും ശബ്ദം അതുപോലെ തന്നെ നിലനിൽക്കും മോറലെസ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇന്റർവ്യൂ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ട്രാൻസ് വുമന്റെ ശബ്ദം സ്ത്രീയായിട്ട് സാമ്യമില്ല, അതെങ്ങനെയാ വരുന്നത്? അത് തോട്ട് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവരുള്ളിൽ സ്ത്രീയായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്ത്രീ ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലേ? ഓക്കെ, 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 ഓക്കെ. പിന്നെ നമുക്ക് സർജറീസ് ഉണ്ട്, ശബ്ദം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സർജറീസ് ഉണ്ട്. ചില ആൾക്കാർ ആ സർജറീസ് ഒന്നും ചെയ്യാറുണ്ട്.
ഓക്കെ, എന്താ സർജറിന്റെ പേര്? അതെല്ലാം വോയിസ് സർജറീസ് ആണ്. ENT, അതായത് നമ്മുടെ സ്പീച്ചിന്റെ ഡോക്ടേഴ്സ് ഉണ്ട്. ENTയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. സ്പീച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന അവര് ഒന്നുകിൽ തൊണ്ടയുടെ പുറത്തു കൂടെ അല്ലെ വായുടെ അകത്തു കൂടെ അവർ സർജറീസ് ചെയ്യും. ബേസിക്കലി ആ വോക്കൽ കോഡിന്റെ പൊസിഷൻസ് മാറ്റിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ആ ഒരു ഒരു ഫെമിനൻ ഓർ മാസ്കുലിൻ ആക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മുടെ ട്രാൻസ് വുമണിനെ കാണുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും സ്ത്രീകളെ വെച്ച്, ശരി, നാച്ചുറലി ഉണ്ടാവുന്ന സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ട്രാൻസ് വുമണിന്റെ ശരീരങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും അത് അവർ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരവരുടെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ആണല്ലേ? 100%. അതായത് ഒരു സ്ത്രീക്ക് സ്വന്തം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ട്രാൻസ് വുമൺ അവരുടെ ശരീരത്തിനെ സൂക്ഷിക്കുന്ന രീതിയിൽ ഒരു സിസ് പേഴ്സൺ ചെയ്യാറില്ല. എത്ര ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് എപ്പോഴും നല്ലതായിട്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട്. അവർ ദേ ആർ എൻജോയിങ് ലൈഫ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും ട്രാൻസ് വുമൺ ആണ് അവരുടെ ഒരു വുമൺഹുഡ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദേ ആർ സെലിബ്രേറ്റിംഗ് ഇറ്റ്. കറക്റ്റ്, അതാണ് ടേം, സെലിബ്രേറ്റിംഗ്. ദേ ആർ സെലിബ്രേറ്റിംഗ് ലൈഫ്. ഓക്കെ ഓക്കെ ഓക്കെ. ഉള്ളത് നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയില്ലേ. അവർക്ക് ഇല്ലാത്തത് അവർ കിട്ടുന്ന സമയത്ത് നമ്മളൊരു സെലിബ്രേഷനാണ്. ഓക്കെ. ഇത്ര കാലത്തെ കരിയറിൽ ഏറ്റവും അധികം ഹാർട്ട് വാമിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ജെൻഡർ അഫർമേഷൻ സർജറി, അങ്ങനെ ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞാൽ ഏതാ പറയാ? അങ്ങനെ അങ്ങനെ ഒന്നൊന്നും പറയാനില്ല, ഇഷ്ടംമാതിരി ഇതാണ്. ഒരെണ്ണം പറയാ. അങ്ങനെ ഞാനിപ്പോ ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ബാക്കി ആൾക്കാരോട് ചെയ്യുന്ന ഒരു അനീതി. പേരുകളൊന്നും പറയാതെ? ഇല്ല, പേരുകളും ഇല്ല. കുറേ ഇതുണ്ട്. എന്ന് വെച്ചാൽ ഈച്ച് പേഴ്സൺ ഇസ്, നമ്മൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഓരോ ആളും അവരുടെ ജേർണീൻ്റെ പാർട്ടാണ്. നമ്മൾ അവരൊരു പേഷ്യൻ്റായിട്ട് കാണില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുന്ന മാതിരിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ യാത്രയിൽ കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങൾ ഇറ്റ് ക്യാൻ ബി ലീഗൽ, ഇറ്റ് ക്യാൻ ബി എന്താ പറയുന്ന, നമ്മൾ ആസ് എ സർജൻ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ കൊണ്ട് വരാം. ഓക്കെ, നമ്മൾ ലീഗൽ ആസ്പെക്റ്റ് മാത്രം നോക്കിയെന്ന് വെച്ചാൽ നമ്മളും അവരും തമ്മിൽ ഒരു ക്ലയൻറ്റും ഒരു ആളുമായിട്ടുള്ള ഡോക്ടറായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും അത് അങ്ങനെയല്ല. ദാറ്റ് മേ ഹാപ്പൻ ഫോർ അതർ സർജറീസ്, ബട്ട് ഇറ്റ് ഇസ് നെവർ ഫോർ എ ട്രാൻസ് പേഴ്സൺ. ട്രാൻസ് പേഴ്സൻ്റെ സർജറീസ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മിഷനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാണ്ട് അതൊരു നമ്മളെന്തെങ്കിലുമൊക്കെ ജീവിക്കുമ്പോൾ ചെയ്യണ്ടേ. ദാറ്റ് ഇസ് ട്രാൻസ് സർജറി. ഇതിലൊരു നന്മ ചെയ്തതിന്റെ ഒരു ചാരിതാർത്ഥ്യം അനുഭവിക്കാറുണ്ട്. പിന്നെ അങ്ങനെ എല്ലാത്തിലും ഉണ്ട്, ബട്ട് ഇതിൽ കുറച്ചും കൂടി കൂടുതലാണ്. എസ്പെഷ്യലി എന്ന് വെച്ചാൽ ഫോർ മെനി സെഞ്ചുറീസ് ഇവരെ പെർസിക്യൂട്ടഡ് കമ്മ്യൂണിറ്റി അല്ലേ. ഇപ്പോൾ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നല്ലതല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആര് വന്നാലും നമ്മൾ അവർക്ക് ഈ സർജറീസിന് പഠിപ്പിച്ചു കൊടുക്കും. Because we want more and more people to do it, so that it becomes freely available for everyone. Availability ഇല്ലാത്തത് കാരണം ഒരാള് ഇത് ചെയ്യരുത്, സഫർ ചെയ്യരുത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഡോക്ടർ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ, ഈ സർജറീസ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയി മാറുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും? അങ്ങനെ ഫ്രീ ഓഫ് കോസ്റ്റ് വരുന്നുള്ള ഇതൊന്നുമില്ല, ബട്ട് there should be centers of excellence. ഇപ്പൊ നമ്മളിപ്പോ കേരള സർക്കാർ ഇപ്പോൾ കോഴിക്കോട് ഒരു ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ എന്തോ പറഞ്ഞത്. അതുമാതിരി ട്രാൻസ് പേഴ്സൺസിനും ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്ത് നമ്മള് അധികം പോപ്പുലേഷൻ ഇല്ല. അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറുമില്ല. കാര്യം വോട്ട് ബാങ്ക് അല്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് എന്താ ഇത് ഫീൽ ചെയ്യുന്നു, കൂടുതൽ സർജറീസ് ഒക്കെ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ബാക്ക്ലോഗ് ഉണ്ട്. ഇത്ര വർഷങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ബാക്ക്ലോഗ് ഉണ്ട്. പക്ഷെ ഫ്യൂച്ചറിൽ അത്രയും നമ്പേഴ്സ് ഉണ്ടാവില്ല. ബട്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പല ആൾക്കാരും അത്ര താല്പര്യവും കാണിക്കുന്നില്ല ഇതിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എന്നിരുന്നാലും ഇപ്പം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് ഇവിടെ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട്, നമ്മൾ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ. ഓക്കെ ഓക്കെ. Thank you for this very informative
സെഷൻ. കുറേയും കൂടി കാര്യങ്ങൾ എസ്തെറ്റിക്സിനെയൊക്കെ പറ്റി എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പ്രോബബ്ലി കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ അത് സാധ്യമാവുമെന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങളിലുള്ള കൺഫ്യൂഷൻസ്, കുറേ കാര്യങ്ങളിലുള്ള ക്ലാരിഫിക്കേഷൻസ് ഒക്കെ കിട്ടി. താങ്ക് യു ഫോർ ദി ടൈം. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.